ഒരാൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉച്ച സമയത്ത് ഞായറാഴ്ച എന്റെ വീട്ടിൽ ഫുഡ് ഭർത്താവ് കുട്ടിയുണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പോയിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് വേറെ പണി അവർ വേണേ ഇത് കഴിക്കട്ടെ, നിങ്ങളാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു മോളുടെ ഭർത്താവ് പെണ്ണാ ഇല്ല ഡൈവോഴ്സ് ആയല്ലേ ഉണ്ടല്ലോ, എനിക്ക് തിരിക്കില്ല, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ, മോൻ ക്ലാസ്സില്ല. ഒരു ഞായറാഴ്ച എത്തി ചോറ് ഞാൻ മക്കളെ കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ എന്നെ ചോറിന്റെ സമയം പോട്ടു ഒരു പ്രശ്നമില്ല, ഞാൻ ഉള്ളിലും വേണ്ടി അവിടെ നിന്നോട്ടെ. ഓടിച്ചാൽ അവർ ഫുഡ് എടുത്ത് വെച്ച് തിരിച്ചു വന്ന് ഞാൻ ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞത് വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, ലൈഫാണ്. കുറെയൊക്കെ നമ്മൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, സ്നേഹമാണ്. പുള്ളിക്കാരി പറയുന്ന കാര്യം വേറെ രീതി പ്രസന്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ തിരിച്ചും ചെയ്യാൻ വരുന്ന കാര്യങ്ങളാണ്. പുള്ളിക്കാരി ഒരു പരിപാടിക്ക് പോകുന്നു, ഞായറാഴ്ചയാണ്, പുള്ളിക്കാരിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും പുള്ളിക്കാരി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ടും ഭർത്താവിനും മകനും ആഗ്രഹം ഉണ്ടായിരിക്കാം. അവർ പറയുകയാണ് അമ്മ ഇങ്ങോട്ട് വരണ്ട, വേറെ ഒരു പരിപാടിയിൽ എൻഗേജ്ഡ് ആണല്ലോ, ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരണം. ഇതൊക്കെ പരസ്പരം വേണ്ടതാണെന്നേ. അതേപോലെ തന്നെ പുള്ളിക്കാരി പറഞ്ഞ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയില്ലേ, ഡിവോഴ്സ് ആവാതിരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഓടിപ്പിടി ചെയ്യുന്നത്? അങ്ങനെ ആവരുത് ഒരു ബന്ധം. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട്, ഇങ്ങനെയുള്ള ചില ഡ്യൂട്ടീസിൽ മൈന്യൂട്ടായിട്ടുള്ള ശ്രദ്ധ വെക്കാത്തത് കൊണ്ട് ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ദുരന്തകരമായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്ലിക്കബിൾ ആണ്, അല്ലാതെ പുരുഷന്മാരല്ലേ താന്ന് നിൽക്കണം എന്നുള്ളതല്ല പറയുന്നത്. ഇത് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. ഈ പുരുഷനല്ലേ എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല.